For this morning meditation, I want to turn your attention to 1 Kings chapter 5, verses 3 to 5. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. It is the beginning of the King Solomon's reign. And he wrote a letter to Hiram asking for help to send the timbers or the woods to build the temple. Turn your Bibles to Psalm number 132, verses 3 to 5. 132-ാം സങ്കീർത്തനത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. Listen to that verse that David says. It is one of his decision, a strong decision or desire. What is his desire? That until I built a resting place for the Lord, ദൈവത്തിന് ഒരു വിശ്രാമ സ്ഥലം കണ്ടെത്തും വരെ, until I find, what I will not do, I will eat and marry and enjoy my life? No. തന്നെ അവിടെ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യില്ല, എൻ്റെ കൂടാര വീട്ടിൽ കിടക്കുകയില്ല, എൻ്റെ കിടക്കമേൽ കിടക്കുകയില്ല, എൻ്റെ കണ്ണിന് ഉറക്കം കൊടുക്കും. Such a strong desire that David had. Right? ഒരു വിശ്രാമ സ്ഥലം കണ്ടെത്തുന്നതുവരെ ദാവീദ് പറയാണ്, ഞാൻ ഇതൊന്നും ചെയ്യത്തില്ല. ഇറ്റ് വാസ് ഹിസ് സ്ട്രോങ് ഡിസയർ ദാറ്റ് ഹി വാണ്ട് ടു ബിൽഡ് എ ടെമ്പിൾ ഫോർ ദ ലോർഡ് ടു വർഷിപ്പ്. ദൈവത്തിനൊരു ആലയം പണിത് ദൈവത്തെ ആരാധിക്കുവാൻ ഒരു സ്ഥലം കണ്ടെത്തുന്നത് വരെ താൻ സ്വസ്ഥനമായി ഇരിക്കയില്ല എന്നുള്ളത് തൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹമായിരുന്നു. ഓക്കെ, 27-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. Psalm number 27, verse 4. That's David's prayer. He's asking one thing to God. ഒത്തിരി കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. നമ്മളാണ് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കും when we pray, right? We have a long list to present before God when we are praying. Am I right? നമുക്കൊരു ലോങ് ലിസ്റ്റ് ഉണ്ട്. But here David says, I ask one thing. ഒരു കാര്യമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ഒരു കാര്യമേ ഞാൻ ചോദിക്കില്ല. എന്തുവാ? I need to see the beauty or the holiness of God. ദൈവത്തിൻ്റെ മനോഹരത്വം കാണണം. Where can you see that, the beauty or the holiness of God? Only in the presence of God. ദേവാലയം ഇല്ല. There was no temple at that time. The ark was in the tabernacle, the inner place. ദൈവത്തിൻ്റെ പെട്ടങ്ങ സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്താണ് ഇരിക്കുന്നത്. പക്ഷെങ്കിൽ കിങ് ഡേവിഡ്, he has been wandering all over the world, country, spending time in the mountains or the caves and in all the places. But wherever he is, his desire is that he wants to see the beauty of God. Did you get the point? ശമൂവേൽ പ്രവാചകൻ ഈശായുടെ വീട്ടിൽ കടന്നു എന്ന് ദാവീദിനെ അഭിഷേകം ചെയ്തു. പക്ഷെ രാജാവാ, കൊട്ടാരത്തിൽ പോലും താൻ പലപ്പോഴും ആയിട്ടില്ല. എത്ര നാൾ കഴിഞ്ഞാൽ താൻ കൊട്ടാരത്തിൽ വന്ന് സ്വസ്ഥമായിട്ടൊന്ന് പാർക്കുന്നത്. ആ കൊട്ടാരത്തിൽ പാർത്ത സമയത്താണ് തനിക്കൊരാഗ്രഹം വന്നത്, എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ അതിമനോഹരമായ ദേവദാരു കൊണ്ടുള്ളതായ കൊട്ടാരത്തിൽ പാർക്കുമ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം എവിടെയാണ് ഇരിക്കുന്നത്? തിരശ്ശീലക്കകത്ത്. That eagerness, that vision, that desire bothered him. That's what he wrote in Psalm number 132, that I will not enter into my house. I will not sleep on my bed. I will not drink. I will not sleep. I won't do nothing until I find a place or resting place for the ark. Okay? അപ്പോൾ മനസ്സിലാക്കണം. എന്നിട്ട് താൻ ഇവിടെ നിന്നോട് പറയുകയാണ്, 27-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ when we read that, when we say that God is my light and my salvation, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? whom shall I fear? ഞാൻ ആരെ ഭയപ്പെടും? പക്ഷേ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് പറയാണ്, I ask one thing to God. ഇന്ന് നമ്മുടെ ഈ ആയുസ്സിൽ ഒരു പകലൂടെ കർത്താവ് നമുക്ക് നൽകി നമ്മൾ ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്നു. ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നതായ ഈ ആലയത്തിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ, let me ask you one question, what David desired for. What is the one thing that we ask God this morning? ഇന്ന് നമ്മളെല്ലാവരും നന്നായി ഡ്രസ്സ് ചെയ്ത് നന്നായി ഒരുങ്ങി
ഇവിടെ വന്നിരിക്കുക. നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം എന്തുവാ? വാട്ട് ഈസ് ദ പർപ്പസ്? I'm taking a class. What is the purpose? Why are we here? Can I hear? നിങ്ങൾ ആരും നിങ്ങളുടെ നാക്ക് കൊണ്ടുവന്നിട്ടില്ലായിരിക്കും. 32 പല്ലുണ്ട്, പക്ഷേ അതിനിടയ്ക്കുള്ള ഒരു എല്ലില്ലാത്ത ഒരു അവയവം നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ why am I here this morning? To worship God. One thing, that's the one thing that I want to do is I want to worship my God. Then my topic this morning is our worship should be pure worship. നമ്മൾ ഈ ആരാധനയെക്കുറിച്ചൊക്കെ ഒത്തിരി കേൾക്കുന്നുണ്ട്. ഞാൻ തന്നെ ഇവിടെ മുമ്പൊരിക്കലും ഒരു ക്ലാസ് എടുത്തതാണ്. ആ നോട്ട് ഈ ബുക്കിലാണ്, വേറൊരു ബുക്കിലും കണ്ട് കിടപ്പുണ്ട്. ഓക്കെ, പ്യുവർ വർഷിപ്പ്. വാട്ട് ഈസ് എ പ്യുവർ വർഷിപ്പ് മീൻസ്? അപ്പം നിങ്ങൾ ഭാഷ നമ്മുടെ ആരാധന ഒന്നും പ്യുവർ അല്ലേ? പ്യുവർ മീൻസ് ശുദ്ധമായ, കലർപ്പില്ലാത്ത, മായമില്ലാത്ത. അപ്പം മനസ്സിലായോ? പ്യുവർ മീൻസ് ശുദ്ധമായ, കലർപ്പില്ലാത്ത, നിർമ്മലമായ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ആരാധന നിർമ്മലമായിരിക്കണം, നമ്മുടെ ആരാധന കലർപ്പില്ലാത്തതായിരിക്കണം, നമ്മുടെ ആരാധന ശുദ്ധമായിരിക്കണം. എന്ന് പറഞ്ഞാൽ കപട ഭക്തിയിലുള്ള ഒരു ആരാധനയല്ല. ഇതിനെ നോക്കുന്ന ആരാന്നറിയാമോ? ഇറ്റ്സ് നോട്ട് മീ. നമ്മളെല്ലാവരെയും കാണുന്ന ഒരു അദൃശ്യമായ ഒരു കണ്ണി ആലയത്തിൽ കൂടെ വ്യാപരിക്കുന്നുണ്ട്. നമ്മെല്ലാവരെയും കാണുന്നതായ 2 കണ്ണിവിടെ ഉണ്ട്. അത് നോക്കുമ്പോൾ ആ കണ്ണിൻ്റെ മുമ്പിൽ how is my attitude? How is my worship? What kind of attitude I have towards God and towards my fellow brethren? ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. ഉൾപ്പെടെ അവൻ എന്ത് ചെയ്യുന്നു? ആരായുന്നു. എനിക്കിവിടെ ഇരിക്കുന്ന ആരുടെയും ഹൃദയം അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കും എൻ്റെ ഹൃദയത്തിൽ കൂടെ പോകുന്നതായി ഒറ്റ ചിന്ത പോലും അറിയത്തില്ല. അത് നമ്മുടെ സ്പൗസസിന് അറിയത്തില്ല. No one knows what is going through our heart or our mind. But only one person knows, that is our God, our Creator. So God, when I say pure worship means, what did that means? Okay, he made that. I was thinking, what do I need to take the class this morning? Always I may have something. So, you know, one of the thing that God decided from the people is, or one of the purpose for his people is to offer him a worship. ദൈവം തൻ്റെ ജനത്തിൽ നിന്ന് ആഗ്രഹിച്ചല്ലേ അവരെക്കുറിച്ച് ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട്. എന്തോന്നറിയാമോ? ദൈവത്തിനൊരു ആരാധന കൊടുക്കണം. മറ്റൊന്നും ചോദിച്ചില്ല. ഓക്കെ, നെവർ ആസ്ക്ഡ്. ഡേവിഡ് ഇവിടെ പറയുന്ന അതേ കാര്യം തന്നെയാണ് ദൈവം നമ്മളോടും ചോദിക്കുന്നത്. വൺ തിങ്, വാട്ട് ഈസ് ദ വൺ തിങ് ദാറ്റ് ഐ ആം ആസ്കിംഗ് ഫ്രം യു ദിസ് മോർണിംഗ്? ദൈവത്തിനൊരു ആരാധന കൊടുക്കുക. ഓഫർ എ വർഷിപ്പ് ടു ഹിം. From the beginning of God's relationship with Israel, he made a provision for their worship of him to pleasing to him. അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന ആദ്യ സമയം മുതൽ ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചെന്ന് പറയുമോ? ആരാധനയാണ്. ദൈവം അതിനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കി കൊടുത്തു. They were in the wilderness, they were in the desert for 40 years. ഈ 40 വർഷം ഒരു മരുഭൂമിയിലായിരുന്നപ്പോൾ God provided everything they needed. Okay? When they left Egypt, what do they have in their hand? കുറേ ആടും കോഴിയും താറാവും ഒട്ടകങ്ങളും ഇതൊക്കെ കൊണ്ട് ഇറങ്ങിയത്. പക്ഷെങ്കിൽ ഒരു ജോഡി ഡ്രസ്സോ 2 ജോഡി ഡ്രസ്സോ എത്ര ജോഡി ഡ്രസ്സോ ഐ ഡോണ്ട് നോ. ബൈബിൾ ഡസൻറ്റ് സേ ദാറ്റ് വൺ. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, അവരുടെ വസ്ത്രം എന്ത് ചെയ്തില്ല? ജീർണിച്ചു പോയില്ല, പഴകിയില്ല. അവിടെ ചെരുപ്പ് മിസ്രൈമിൽ നിന്ന് ഇട്ടുകൊണ്ട് വന്ന് ചെരുപ്പ് കൊണ്ട് 40 വർഷം നടന്നു വന്നു. ക്യാൻ യു ഇമാജിൻ ദാറ്റ്? ഹൗ ഗോഡ് പ്രൊവൈഡഡ്. അവർ ആ 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് രാത്രി അവിടെ ഇരുന്ന് ഭക്ഷിച്ച ആ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഏതാണ്ട് കുറച്ച് മാവ് കുഴച്ചതും കൊണ്ട് അവർ ഇറങ്ങിയത്. എത്ര ദിവസത്തേക്ക് ഉണ്ട്? എത്ര ദിവസത്തേക്കുണ്ട്? ഹലോ, യു വിത്ത് മീ? I'm taking a old history.
സ്റ്റോറി. അത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ചോദിച്ചു, അവരുടെ കഥയാണെന്ന്. വാട്ട് ഈസ് ദാറ്റ് ടു മീ? ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ വാട്ട് ഡു വി ഹാവ് ഇറ്റ്? നമുക്കെന്തുണ്ടായിരുന്നു? Where were we and what we are now? അന്ന് നമുക്കെന്തുണ്ടായിരുന്നു? ഇന്ന് നമുക്കെന്തുണ്ട്? നമ്മെ പോറ്റി പുലർത്തിയില്ലേ? 40 വർഷം അധ്വാനിക്കാതെ, പറമ്പ് കിളയ്ക്കാതെ, വിത്ത് വിതയ്ക്കാതെ, കൊയ്ത്ത് ചെയ്യാതെ, nothing to harvest, nothing to sow the seed or anything. Whenever they cried, whatever they cried, God provided them everything. Right? 40 years മന്ന അതിനും പുറത്തു. പക്ഷേ above all, God wanted his people to worship him, and he made a provision for that. And how did he make that provision? Exodus chapter 20 chapters 20 to 40. പുറപ്പാട് ദിവസം നിങ്ങൾ വായിക്കേണ്ട 20-ാം അധ്യായം മുതൽ 40-ാം അധ്യായം വരെ. What is the story there? Those who were in the Wednesday Bible study, I told that one. എന്തുവാ? സമാഗമന കൂടാരവും യാഗങ്ങളും അതിനകത്തെ ഉപകരണങ്ങളും ശുശ്രൂഷകളും മുഴുവൻ കർത്താവ് 20 അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇന്നും വായിച്ച പലതും നമുക്ക് നമ്മുടെ ഈ ബുദ്ധിമണ്ഡലത്തിൽ കൂടെ പോകത്തില്ല. പക്ഷേ God gave that design, that structure, that plan. He gave it to the Moses. What is the purpose? When the tabernacle was erected and completed, and all the instruments that was assigned for each section when it is placed. When you come to chapter 40, the last part say that സമാഗമന കൂടാരം കൊണ്ട് നിവർത്തി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ദൈവത്തിൻ്റെ തേജസ് അതിന്മേൽ ഇറങ്ങി വസിച്ചു. മോശയ്ക്ക് കൂടാരത്തിൽ കടക്കുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി കൊടുത്തതായ ഒരു പ്രൊവിഷനായിരുന്നു എന്ത്? സമാഗമന കൂടാരം. ഞാൻ അവരുടെ ഇടയിൽ വസിക്കേണ്ടതിന് എനിക്കൊരു കൂടാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഒരുക്കി കൊടുത്തതായ ഒന്നാണ് സമാഗമന കൂടാരം എന്ന് വരികയിൽ. ഇന്ന് സമാഗമന കൂടാരത്തിലല്ല നാം വന്നിരിക്കുന്നത്. നാം വന്നിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് we need to worship our God, and our worship should be pure. കലർപ്പില്ലാത്തൊരു ആരാധനയായിരിക്കണം. That 20 chapters, Exodus chapter 20 to 40, is the one that Paul, the author, when he wrote to the Hebrews in 4 chapters, chapter 6 to 10. എബ്രായ ലേഖനം 6-ാം അധ്യായം മുതൽ 10-ാം വാക്യം വരെ ഈ 20 അധ്യായത്തിലെ കാര്യങ്ങളാണ് സമ്മറൈസ് ചെയ്തവിടെ കൊടുത്തിരിക്കുന്നത്. So if we need to read and understand those 4 chapters, where we need to go? We need to go back to book of Exodus and Leviticus. And not only the tabernacle, when you come to Leviticus chapters 1 to 8, God gave the detailed instructions regarding these sacrifices. എത്ര യാഗങ്ങളുണ്ടായിരുന്നു നമുക്കാർക്കും അറിയത്തില്ല. ചോദിച്ചാൽ നിങ്ങൾ ആരും ഉത്തരം പറയത്തില്ല. ചിലർ ആരെങ്കിലും പറഞ്ഞു തന്നിരിക്കും. 5 യാഗങ്ങൾ. താങ്ക് യു മാം. ഓക്കെ, ഈ 5 യാഗങ്ങളിലെയും ക്രമം കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഹൗ ദാറ്റ് നീഡ് ടു ബി ഓഫേർഡ്. എന്തിനെന്നറിയാമോ? ദൈവത്തെ ആരാധിക്കാൻ. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ഈ യാഗവസ്തു കൊണ്ട് വരുന്നതിനെല്ലാം ഇവിടെ നിൽക്കത്തേ ഉള്ളൂ, പ്രാകാരത്തെ നിൽക്കത്തേ ഉള്ളൂ. പ്രാവിനെയും കൊണ്ട് വന്നാലും, ആടിനെയും കൊണ്ട് വന്നാലും, പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ട് വന്നാലും, ഈ വിശുദ്ധ സ്ഥലത്ത് ആ പ്രാകാരത്തിൽ ആ യാഗപീഠത്തിൽ അർപ്പിക്കുന്ന ഒരു കൂട്ടം പുരോഹിതന്മാരുണ്ട്. അവരുടെ അടുത്ത് കൊടുത്തേച്ച് ഇങ്ങനെ പോയി അവിടെ നോക്കി നിൽക്കത്തേ ഉള്ളൂ. എന്തോ വലിയ കാര്യം ചെയ്തെന്നുള്ളതായ മനോഭാവം. ഇന്ന് പ്രാവും കൊണ്ട് വരണ്ട, ആടിനെയും കൊണ്ട് വരണ്ട, കാളയും കൊണ്ട് വരണ്ട, കുർബാനത്തോളം അടുത്ത് വന്ന് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ. Today we don't have to carry anything in our own hands. We can come to the throne of grace at any time, 24/7, 365 days. We can come to the throne of grace and worship our God and offer the sacrifices. അല്ലേ? ദൈവം ആ പ്രൊവിഷൻ അവിടെ ഉണ്ടാക്കി കൊടുത്തത്. It's a good. So tabernacle, that was the wilderness. Then that turned into a temple. ദാവീദ് ആഗ്രഹിച്ചതാ, എന്ത് ചെയ്യണം? ദൈവത്തിനൊരു ആലയം പണിയണം.
I'm not going to go on that part, okay? When I was reading that part and that passages, whatever David stored to build the the temple was so much gold, silver, and bronze, and the wood and everything. But he could not do it. God told, no, you are not going to do that one. Why? Your hands are dirty, filthy. You had a lot of war. നീ യുദ്ധം ചെയ്ത് രക്തച്ചൊരിച്ചിൽ പുരണ്ട രക്തം പുരണ്ടതാണ് നിന്റെ കരം. അതുകൊണ്ട് നീ എനിക്ക് ഒരു ആലയം പണിയണ്ട, നിന്റെ സന്തതി എനിക്ക് വേണ്ടി ഒരു ആലയം പണിയും. That is Solomon. And he gave all the instructions to Solomon how to build the temple. Every plan that was given to them. That's what here, the 1 Kings chapter 5 verses 3 to 5, we read it. So now I don't have any enemies. Solomon says, I don't have any enemies. I don't have any force. So I am here ready to build a temple or construct or erect a temple to God so that we can worship God. അപ്പോൾ അതിനു വേണ്ട കാര്യങ്ങൾ ഹീരാമൻ എഴുതിയ ലെറ്റർ അവിടെ വായിച്ചിരിക്കുന്നത്. Okay? He built the temple. 1 Kings chapter 5 to onwards, we can see that only he built the temple. Come to chapter 8 verses 1 to 11. When we read that one, there he say that where he put the ark. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. That's the temple and the worship. And the last verse is that the priest could not stand to minister because of the cloud, for the glory of the Lord filled the house of the Lord. Let me ask you a question. Which festival is celebrated on the month of 7th? 7-ാം മാസത്തിൽ ഇസ്രായേൽ മക്കൾ ആചരിച്ചതായ ഉത്സവം ഏതാണ്? 7-ാം മാസത്തിലെ ഉത്സവം ടാബർനാക്കിൾ, കൂടാരപ്പെരുന്നാളാണ്. ഓക്കെ, ലേവ്യ പുസ്തകം 23-ാം അധ്യായം പോയി വായിച്ചു നോക്കണം. അവിടെ ആ പെരുന്നാളിനെ കുറിച്ച് മുഴുവൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ദൈവം കൊടുത്ത 7 പെരുന്നാളുകളെ കുറിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ അവിടെ നമ്മൾ അയച്ചു വരുമ്പോഴേ ഈ 7-ാം മാസം കൂടാരപ്പെരുന്നാളിൽ ഇവരെല്ലാം കൂടെ കൂടിയിട്ട് സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളൊക്കെ ശലോമോൻ്റെ ആജ്ഞാപ്രകാരം എന്ത് ചെയ്തു? വിശുദ്ധ മന്ദിരത്തിലേക്ക് ദേവാലയത്തിൽ കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ എടുത്തു പറയുന്നുണ്ട്, പെട്ടകം എവിടെ വെച്ചു? അതിവിശുദ്ധ സ്ഥലത്ത്. ആ പെട്ടകത്തിൽ എന്തുണ്ടായിരുന്നു? പണ്ടത്തെ കൽപ്പലക. പുരോഹിതന്മാരോട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് ആലയം നിറഞ്ഞു. അവർക്ക് അവിടെ നിന്ന് ശുശ്രൂഷിപ്പാൻ ആ ഒരു മനോഹരം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മുടെ ആത്മീയ കണ്ണുകൊണ്ട് നമ്മൾ ചിന്തിച്ച് നോക്കണം. പുരോഹിതന്മാർ വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവത്തെ ശുശ്രൂഷ ചെയ്യുന്നവർ ഇതെല്ലാം കൊണ്ടുവന്ന് അതാത് സ്ഥാനത്ത് വെച്ചിട്ട് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്ന് ആലയത്തെ മൂടിയിട്ട് അവർക്ക് അവിടെ ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. That was the incident there. So they worshiped the God in the tabernacle, in the temple. There was a worship. എല്ലാ ആ ഉത്സവങ്ങളും പെരുന്നാളുകളും യാഗങ്ങളും എല്ലാം അവർ ആചരിച്ച് ദൈവത്തെ ആരാധിച്ചു നിന്നു. ഇതെല്ലാം ഒരു ചടങ്ങായിരുന്നു, അല്ലയോ? കൽപ്പന കൊടുത്തിട്ടുണ്ട്. God gave the commandment, God gave all the instructions, what all need to do it, just did it. But ഈ ദേവാലയം പറഞ്ഞ മഹാൻ പോലും, sorry to say that word, when we come to chapter 11, 1 Kings chapter 11 verses 7 and 8, ആരായത്? ദേവാലയം പണിതവൻ, ദേവാലയം പ്രതിഷ്ഠിച്ചവൻ, കാളകളെയും ആടുകളെയും ഒക്കെ അവിടെ അർപ്പിച്ചു. വലിയ ഉത്സവം ആചരിച്ചു, വലിയ സന്തോഷം. And there was so much of festivities there, so much of celebration there. They were so happy. Everything was going on. But later on, what happened? He himself devoted his attention from the Almighty God to the idols. ദേവന്മാർക്ക്, അന്യ ദേവന്മാർക്ക് ആരാധന അർപ്പിക്കുക, യാഗം അർപ്പിക്കാൻ തുടങ്ങി, അല്ലേ? കൃപ നഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും, ശലോമോൻ സ്വർഗത്തിലുണ്ടോ? ഞാനല്ല അതിൻ്റെ ഉത്തരവാദിത്തം പറയേണ്ടത്, കർത്താവ് പറഞ്ഞോളൂ. അതിൻ്റെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. പിന്നെ എബ്രാഹിം 1-ാം അധ്യായത്തിൽ വരുമ്പം ശിംശോൻ്റെ പേര് അവിടെ ഉണ്ട്, ശലോമോൻ്റെ പേര് അവിടെ ഇല്ല. ശലോമോൻ അവിടെ ഉണ്ടോ ഇല്ല, നമ്മളല്ല തീരുമാനിക്കേണ്ടത്. ഇറ്റ്സ് നോട്ട് നൺ ഓഫ് അവർ ബിസിനസ്.
Let's think whether we go there or not. Okay. പക്ഷേ ഈ ദേവാലയം പണിത മഹാൻ പോലും, സോറി ടു സേ ദാറ്റ് വേർഡ്, അല്പം കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് പോയി? തൻ്റെ ഭാര്യമാരെ പ്രസാദിപ്പിക്കുവാൻ അന്യദേവന്മാർക്ക് ധൂപം കാട്ടി. ദൈവത്തിൻ്റെ ഉദ്ദേശം, God's one purpose for every one of us was to worship Him. And later, those people of Israel were not different from other people. They all changed their mind. They started worshiping God in their own inclination. ഓരോരുത്തരുടെ മനോഭാവപ്രകാരം, ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം അവർ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. Okay? So after Solomon's death, so he ruled over Israel for 40 years. After that, he died. The kingdom divided into two. Northern kingdom and the southern kingdom, Israel and the Judah. And all those kings in both kingdoms, they did not follow the instruction of God. ന്യായാധിപനോട് പുസ്തകത്തിൽ വായിക്കുന്നു, യോസെഫിൻ്റെ കാലം കഴിഞ്ഞ് പിന്നെ ഒരു കൂട്ടം ജനം എഴുന്നേറ്റ്. ആരാ? ദൈവത്തെ അറിയാത്ത ഒരു തലമുറ എന്ന് പറഞ്ഞ പോലെ തന്നെ ശലോമോൻ്റെ കാലഘട്ടത്തിൽ തന്നെ ദൈവജനം ദൈവത്തെ ആരാധിക്കേണ്ട പ്രമാണം വിട്ടിട്ട് വിഗ്രഹാരാധന തുടങ്ങിയെന്ന് വരികിൽ, രാജ്യം വിഭജിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അശേര പ്രതിഷ്ഠകൾക്കും മറ്റന്യ ദൈവങ്ങൾക്കും യാഗം അർപ്പിക്കുവാൻ തുടങ്ങി. നമ്മളിതൊന്നൊരു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ഇല്ലേ? Is our worship service is pure? Would our generation follow our worship service? Or do they go away from the presence of God and worship some other gods? We all are accountable to that. We all need to answer to that one. So neither Judah or Israel never remained in a pure relationship or pure worship with their God. Okay, I have so many verses. Chapter 15, verse 14. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വായിച്ചു. ഇവിടെ ഒരു ആസ എന്ന് പറയുന്ന രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ ചരിത്രം എടുത്ത് ഒത്തിരി പറയേണ്ടിയുണ്ട്. പക്ഷെങ്കിൽ അവന് ദൈവത്തിന് പ്രസാദമുള്ളതൊക്കെ ചെയ്തു. പക്ഷേ എന്താ മാറിയിട്ടില്ല? പൂജാഗിരികളൊന്നും മാറിയിട്ടില്ല. പക്ഷേ ഹൃദയം എവിടെയാ? ദൈവമായിട്ടാണ്. 22 verse 43. 1 Kings chapter 22 verse 43. അവിടെ ഒരു രാജാവ് തൻ്റെ മകനെക്കുറിച്ച് പറയുക, അപ്പനായ ആസയുടെ വഴികളിലെല്ലാം നടന്നു. ഹി ഡിഡ് എവറിത്തിങ് പ്ലീസിങ് ടു ഗാഡ്. പിന്നെ എന്ത് വന്നിട്ടില്ല? അതൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അത് അവിടെ ഇരുന്നോട്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദർ ഈസ് വൺ ഗാഡ് ഹും ഗാഡ്സ് പീപ്പിൾ മസ്റ്റ് വർഷിപ്പ്. അന്യ ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ 2-ാം വാക്യത്തിൽ കൊടുക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും there is one God that we need to worship our God. 1 Kings chapter 8 verse 23. 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വായിച്ച്. അവിടെ ദേവാലയം പ്രതിഷ്ഠിക്കുമ്പോൾ ശലോമോൻ പറയുന്ന കാര്യം. 1 Kings chapter 8 verse 23. എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലോ. There is say that he said, O Lord, the God of Israel, there is no God like you in heaven above or on earth beneath. സ്വർഗത്തിലും ഭൂമിയിലും ദയയും നിയമം പാലിക്കുന്ന നിന്നെപ്പോലെ വേറൊരു ദൈവവുമില്ല. നമ്മുടെ ദൈവം, ഹി ഈസ് എ യാവേ, ഇത് എ ഗോഡ് ഓഫ് കവനന്റ്. ഉടമ്പടി ചെയ്താൽ അത് പാലിക്കുന്നവനായ ഒരു കർത്താവ്, ഒരു വാഗ്ദത്തം തന്നാൽ അത് നിവർത്തിക്കുന്നവനായ കർത്താവ്, നമ്മോടൊരു വാക്ക് പറഞ്ഞാൽ അത് മാറിപ്പോകാതെ അത് തലമുറ മാറിയാലും പാലിക്കുന്നവനായ ഒരു കർത്താവ്, അവനെപ്പോലെ വേറൊരു ദൈവമില്ല. There is no one like him. And the next verse is that one. What do you do? Keeping covenant and showing loving kindness to your servants who walk before you with their half heart. Is that what it says?
പകുതി ഹൃദയത്തോടുകൂടെ ദൈവത്തിന് മുമ്പാകെ നടക്കുന്നവരോടല്ല ദൈവം കാണിക്കുന്നത്. പിന്നെയോ പൂർണ്ണ ഹൃദയത്തോടുകൂടെ, പൂർണ്ണ ഹൃദയത്തെ, ഫുൾ ഹാർട്ട്, ദ ഹോൾ ഹാർട്ടഡ്ലി. If you are keeping God's covenant, if you are keeping God's covenant and the loving kindness, there is no one like him. നമ്മൾ നമ്മുടെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ, പൂർണ്ണ ആത്മാവോടുകൂടെ, പൂർണ്ണ ശക്തിയോടുകൂടെ ആരാധിക്കുന്നെങ്കിൽ അവനെ പോലെ ആരാധിക്കാൻ യോഗ്യനായ ഒരു ദൈവവുമില്ല. Come to Deuteronomy chapter 5 verses 7 and 9. Deuteronomy chapter 5 verses 7 and 9 and chapter 6 verse 4 and 5. എന്താ കർത്താവിടെ കൊടുത്തിരിക്കുന്നത്? ആദ്യത്തെ കൽപ്പന എന്തോ? ഞാൻ അല്ലാതെ വേറൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. ഇത് ഇസ്രായേൽ മക്കള് മോശ അവിടെ നിന്ന് പർവ്വതത്തിൽ ഇരുന്നുകൊണ്ട് കൽപ്പനയിൽ കർത്താവ് ഇത് എഴുതുമ്പോൾ താഴെ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിച്ചുകൊണ്ടിരിക്കുക. അന്ന് ദൈവം എഴുതി വെച്ചു, ഞാനല്ലാതെ ഒരന്യ ദൈവം നിനക്കുണ്ടാകരുത്. ഇന്നും നമ്മളോട് ഓരോരുത്തരും പറയുന്ന, നമ്മെ രക്ഷിച്ചവനായ നമ്മുടെ ഏകസത്യ ദൈവമായിരിക്കുന്ന ഒരു ദൈവമല്ലാതെ വേറൊരു ദൈവവും നമുക്കുണ്ടാകുവാൻ പാടില്ല. There should not be any other God in our life. He is only God. Why he is only God? Because he is a loving God. He is a covenant keeping God. Okay, then chapter 6 verse 4 and 5. എങ്ങനെയാണ് അത് സംബോധന ചെയ്യുന്നത്? ഇസ്രായേലേ കേൾക്ക. That Hebrew word is shama. ഇസ്രായേലേ കേൾക്ക. What do you need to hear? God, your God is a one God. നിന്റെ ദൈവമായ യഹോവ ഏകനാകുന്നു. മുൻപത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനല്ലാതെ അന്യദൈവം ഉണ്ടാകലെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ട് പറയാന്നു, ഈ ദൈവമല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഈസ് ഏകൻ, അവനെ പോലെ ആരുമില്ല. There is none like him. There is nothing like his acts or miracles. He is a living God. He is the same yesterday, today and forever. This morning we are here to worship that eternal God, who is a covenant keeping God, who is a loving God, who is an omnipotent, who is an omnipresent, and he is almighty God. നമ്മൾ സേവിക്കുന്ന ദൈവം ആരാണ്? ജീവനുള്ള ദൈവമാണ്. സ്വർഗത്തിലും ഭൂമിയിലും അവനെ പോലെ ആരുമില്ല. അവന് തുല്യം പറയുവാൻ ആരുമില്ല. There is none like him, that we cannot compare to him anyone else on this earth or in the heaven. Okay, അതിൻ്റെ ഒരു ചെറിയ വിവരണം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. I have not done with it. Okay, there is so much of things going on. ഇവിടെ ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും, ഓക്കെ, ഒറ്റ വാക്കിലും പറഞ്ഞാൽ പോരെ, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും ശക്തിയോടും കൂടെ ആരാധിച്ചാൽ മതി എന്നുള്ളത്. എന്തിനാ ഓരോന്നിനും ഈ പൂർണ്ണ എന്നുള്ള മലയാള വാക്കാട് ഉപയോഗിച്ചിരിക്കുന്നത്? പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ഒറ്റ വാക്ക്, ഒരു അതിൻ്റെ അഡ്ജക്റ്റീവായിട്ട് ഒറ്റ പ്രാവശ്യം അത് പറഞ്ഞാൽ പോരായിരുന്നു. അതിനൊരു മീനിങ് ഉണ്ട്. മീനിങ് ഉണ്ട്. ജസ്റ്റ് ഹാർട്ട്, സോൾ, സ്ട്രെങ്ത്. ഇത് നമ്മുടെ ഇതാണ്, നമ്മുടെ ഓരോരുത്തരും ഇല്ലേ? ദാറ്റ് റെപ്രസെൻറ്റ് അവർ ഇൻ്റലക്ച്വൽ, the will, the emotions, the spirituality and the physical. Anything is separated from this one? മൂന്ന് പദമേ അവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. Your heart, your soul, your strength. This includes the whole total body of a human being. Are you getting it? ആരാധനയ്ക്ക് വന്നിരിക്കുക. മായമില്ലാത്ത, കലർപ്പില്ലാത്ത, ശുദ്ധമായ ഒരു ആരാധന കൊടുക്കണമെന്ന്, that has to come from the total being of each and every one of us. All that a person is and can do to God, for God, നമുക്കിന്ന് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ പൂർണ്ണ ബലത്തോടുകൂടെ, പൂർണ്ണ മനസ്സോടുകൂടെ, not a half-hearted. There is nothing should be in our heart when we are here in the presence of God. സകല ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നതിനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നായിരിക്കുമ്പോൾ നമ്മുടെ ആരാധന വെറും ഒരു ചടങ്ങായി മാറുവാനല്ല. ഞാൻ കലർപ്പില്ലാത്തതായി, ശുദ്ധമായ മായമില്ലാത്തതായി ഒരു ആരാധനയാണ് എൻ്റെ ദൈവത്തിന് അർപ്പിക്കേണ്ടത്.
This is the core commandment of God's covenant with the people of Israel. ദൈവം തൻ്റെ ജനത്തിന് കൊടുത്ത ഒരു കോർ കമാൻഡ്മെൻ്റാണ്. ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് ഒരു കമാൻഡ്മെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തെ എന്ത് ചെയ്യണം? പൂർണ്ണ ആത്മാവോടുകൂടെ, പൂർണ്ണ മനസ്സോടുകൂടെ, പൂർണ്ണ ശക്തിയോടുകൂടി ആരാധിക്കണം എന്നുള്ളത്. There is no one like him because he is worthy for our worship service. Okay, I could go on some more things on that one. എന്നിട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് കൊടുത്തിട്ടുണ്ട്. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ അവിടെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമത്? നിൻ്റെ അയൽക്കാരനെ നീ എന്ത് ചെയ്യണം? നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്നു. ദൈവമായ യഹോവയാകുന്നു. രാവിലെ സമയം just imagine, just think about, take a minute, surrender our life, and the brothers, you can come forward to start the worship service.